വിശദാംശങ്ങളുമായി എബി തോമസ് ടെലിഫോൺ ലൈൻ ചേരുന്നു. എബി, ഇപ്പോൾ വി.ഡി. സതീശൻ പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമെന്നാൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഒരു സ്ത്രീപക്ഷ നിലപാടാണ് പ്രതിപക്ഷത്തിൻ്റേത് എന്നാണ് വി.ഡി. സതീശൻ പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല, കുറ്റക്കാർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്നും അദ്ദേഹം പറയുകയുണ്ടായി. ഇതുമായി ബന്ധപ്പെട്ട മറ്റെന്തെല്ലാം കാര്യങ്ങളാണ് വി.ഡി. സതീശൻ മാധ്യമങ്ങളോട് പറഞ്ഞത്? ഈ റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം സർക്കാർ സ്വീകരിച്ചിരിക്കുന്ന നിലപാടിനെ നിശ്ചിതമായ ഭാഷയിൽ തന്നെ വിമർശിക്കുകയായിരുന്നു സതീശൻ. ഒപ്പം തന്നെ അദ്ദേഹം പറഞ്ഞത് ഈ റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ ഒരു കോൺക്ലേവ് നടത്തുമെന്നുള്ളൊരു നിലപാട് സർക്കാർ വ്യക്തമാക്കിയിരുന്നു. ഈ കോൺക്ലേവ് ഒരു തരത്തിലും നടത്താൻ അനുവദിക്കില്ല എന്നുള്ള നിലപാടാണ് ഇപ്പോൾ കോൺഗ്രസിന്റെ അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത്. കാരണം ഈ കോൺഗ്രസ് നടത്തുന്നത് എന്ന് പറയുന്നത് ഈ സ്ത്രീകളെ അപമാനിക്കുന്നതിന് തുല്യമാണ്. ഇത് നടക്കുന്നത് തന്നെ ഈ ആരോപണ വിധേയരായിട്ടുള്ള ആളുകൾ ഒരു പക്ഷത്ത് നിൽക്കുന്നു, മറിച്ച് ഈ ഇരയാക്കപ്പെട്ട ആളുകൾ മറുഭാഗത്ത് നിൽക്കുന്നു. അപ്പോൾ അവരെ കൃത്യമായ രീതിയിൽ വീണ്ടും അപമാനിക്കുന്ന ഒരു നിലപാട് തന്നെയാണ് ഈ കോൺക്ലേവിനോട് ഉണ്ടാവാൻ ഇരിക്കുന്നത് എന്നുള്ളതാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടിയ പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്. ഒപ്പം തന്നെ നിയമ നടപടി സ്വീകരിക്കാൻ കഴിയില്ല എന്നുള്ളതായിരുന്നു സർക്കാർ ആദ്യം സ്വീകരിച്ചിരുന്ന നിലപാട്. കാരണം ഇരകളായിട്ടുള്ളവർ നേരിട്ട് വന്ന് പരാതി നൽകിയെങ്കിൽ മാത്രമേ എഫ്ഐആർ ഇട്ട് ഈ പരാതി നൽകാൻ അല്ലെങ്കിൽ എഫ്ഐആർ ഇട്ട് അന്വേഷണം നടത്താൻ കഴിയുകയുള്ളൂ എന്നുള്ള നിലപാട് സർക്കാർ സ്വീകരിച്ചിരുന്നു. എന്നാൽ ഇത് തികച്ചും തെറ്റാണ്. അത് വീണ്ടും അദ്ദേഹം ആവർത്തിക്കുകയും ചെയ്തു. ഒപ്പം തന്നെ കെ.എൻ. ബാലഗോപാൽ കഴിഞ്ഞ ദിവസം സജി ചെറിയാൻ നടത്തിയിട്ടുള്ള ആ പ്രസ്താവനയെ തിരുത്തിക്കൊണ്ട് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നു. അതിൽ പറയുന്നത് ഇത്തരത്തിൽ ഈ ഒരു കമ്മീഷൻ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നിലവിൽ കേസെടുത്ത് അന്വേഷണം നടത്താൻ സാധിക്കുമെന്നുള്ളൊരു നിലപാടാണ് ഇപ്പോൾ കെ.എൻ. ബാലഗോപാൽ വ്യക്തമാക്കിയിരിക്കുന്നത്. ആ നിലപാട് അത് അദ്ദേഹം തന്നെ പിന്തുണച്ചിരിക്കുന്നു എന്നുള്ള നിലയിൽ തന്നെ അതിനെ കണക്കാക്കേണ്ടതുണ്ട് എന്നുള്ളൊരു കാര്യം കൂടി വി.ഡി. സതീശൻ പറഞ്ഞു വെക്കുന്നുണ്ട്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പ്രതിപക്ഷത്തിന്റെ നിലപാട് അദ്ദേഹം വീണ്ടും ആവർത്തിക്കുക തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഇത്തരത്തിൽ കോൺക്ലേവിന്റെ ഒരു ആവശ്യം നിലവിലില്ല, മറിച്ച് ഇത്തരത്തിലൊരു സ്ത്രീപക്ഷ നിലപാട് കോൺഗ്രസ് ഈ വിഷയമായി സ്വീകരിക്കുന്നു. ഒപ്പം ഇതൊരിക്കലും രാഷ്ട്രീയപരമായി കാണുന്നതല്ല, മറിച്ച് ഒരു സ്ത്രീ സുരക്ഷയുമായി ബന്ധപ്പെട്ട ഒരു സ്ത്രീപക്ഷ നിലപാട് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് എടുക്കുക എന്നുള്ളത് മാത്രമാണ് ഇതിൽ കാണേണ്ടത്. മറിച്ച് ഇതിനെ ഒരു രാഷ്ട്രീയ വിഷയമാക്കി സർക്കാരിനെ ഏതെങ്കിലും തരത്തിൽ സമ്മർദ്ദത്തിലാക്കുക എന്നുള്ളതല്ല, മറിച്ച് ഒപ്പം തന്നെ ഈ സിനിമാ സംഘടനകളുടെ നിലപാടിനെതിരെയും ശക്തമായിട്ടുള്ള പ്രതിഷേധം അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നുണ്ട്. ഇതുവരെയും അവർ കൃത്യമായ രീതിയിൽ ഒരു പ്രതികരണം അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല എന്നുള്ള കാര്യം നമ്മൾ ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. ആ ഘട്ടത്തിലും അദ്ദേഹത്തിന്റെ പ്രതികരണം ഈ ചേട്ടന്മാരെ ആരെയും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഇതിനു മുമ്പുണ്ടായപ്പോഴും കണ്ടിട്ടില്ലല്ലോ എന്നുള്ളതായിരുന്നു. ആ നിലപാട് അദ്ദേഹം വീണ്ടും ആവർത്തിക്കുന്നു. ഒപ്പം തന്നെ സിനിമാ സംഘടനകൾ അവർ കൂടെയുള്ള ആളുകൾക്കുണ്ടായിട്ടുള്ള ഈ ഒരു ബുദ്ധിമുട്ടിനെ മനസ്സിലാക്കിക്കൊണ്ടുള്ള ഒരു നിലപാട് സ്വീകരിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ സതീശന്റെ ചൂണ്ടിക്കാണിച്ചിരിക്കുന്ന ഒരു കാര്യം. എന്തായാലും കോൺക്ലേവിനെതിരെ ശക്തമായിട്ടുള്ള നിലപാട് കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്ന് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുകയാണ്. സിനിമാ കോൺക്ലേവിനെതിരെ ശക്തമായ ഭാഷയിലാണ് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ പ്രതികരിച്ചിരിക്കുന്നത്. കോൺക്ലേവ് നടത്തുന്നത് അപഹാസ്യമാണെന്നാണ് വി.ഡി. സതീശൻ പറഞ്ഞത്. ഇരകളെയും ആരോപണ വിധേയരെയും ഒരുമിച്ചിരുത്തിക്കൊണ്ട് കോൺക്ലേവ് നടത്തുന്നത് ശരിയല്ല, അത് ഇരകളെ അപമാനിക്കുന്നതിന് തുല്യമാണെന്നും വി.ഡി. സതീശൻ പറഞ്ഞു. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്മേൽ ഒരു സ്ത്രീപക്ഷ നിലപാടാണ് പ്രതിപക്ഷത്തിൻ്റെതെന്നും ഇത് രാഷ്ട്രീയമായി കാണേണ്ടതില്ലെന്നും വി.ഡി. സതീശൻ മാധ്യമങ്ങളോട് പറഞ്ഞു. കൊൽക്കത്തയിൽ യുവ ഡോക്ടറെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ കേസ് സുപ്രീം കോടതി ഇപ്പോൾ പരിഗണിക്കുകയാണ്. കേസിന്റെ തൽസ്ഥിതി റിപ്പോർട്ട് CBIയോട് ഇന്ന് നൽകാനാണ് സുപ്രീം കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത്. വിശദാംശങ്ങളുമായി അതുല്യ ചേരുന്നു. അതുല്യ, ഇപ്പോൾ കൊൽക്കത്തയുമായി ബന്ധപ്പെട്ട കേസ് സുപ്രീം കോടതി ഇപ്പോൾ പരിഗണിക്കുകയാണ്.